മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പുകാലത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഗെത്സമനെ പ്രാർത്ഥിച്ച കർത്താവിനെയാണ് ഇന്നേ ദിവസം ധ്യാനിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അവന് ഒരു പതിവുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഒരു പതിവ് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലുള്ള ഒരു ക്രമം എന്ന് നമ്മൾ പറയുക. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പതിവായിരുന്നു നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക എന്ന്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ പതിവിനെ കുറിച്ച് ഈശോയുടെ ശിഷ്യന്മാർക്കറിയാമായിരുന്നു, കൂടെ നടന്നിരുന്നവർക്കറിയാമായിരുന്നു, അതുപോലെ തന്നെ ശത്രുക്കൾക്ക് പോലും അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പോലെ അവർ പറഞ്ഞ, ഈ സമയത്ത് പോയാൽ അവൻ അവിടെ കാണും, നമുക്ക് അവനെ പിടിക്കാം. ശത്രുക്കൾക്ക് പോലും അറിയാവുന്ന രീതിയിലുള്ള ഒരു പതിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. അത് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു. അന്നേ ദിവസം കർത്താവ് ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു പതിവ്? മറ്റുള്ളവർക്ക് അറിയാവോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി എന്തു വന്നാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരുപക്ഷെ വിശുദ്ധ ബലി പങ്കെടുക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ കൊന്ത ചെല്ലുന്നതായിരിക്കാം, ഒരുപക്ഷെ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. പക്ഷേ നമുക്കൊരു പതിവുണ്ടോ? എന്താണ് എൻ്റെ പതിവ്? നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈശോ ആ പതിവ് തെറ്റിക്കാതെ അന്നേ ദിവസം ഒലിവ് മലയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. രണ്ടാമതായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ പ്രാർത്ഥിക്കുന്ന വിധമാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നു, ഈശോയ്ക്ക് വേണമെങ്കിൽ കുറച്ചു നേരം നടന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ഈശോ മുട്ടുമേൽ വീണ് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സുവിശേഷകൻ നമുക്ക് കാണിച്ചു തരിക. ഇത് നമുക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ എന്തുകൊണ്ടാണ് മുട്ടുമേൽ വീണ് പ്രാർത്ഥിച്ചത്? അത് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പൂർണ്ണമായും പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് ഇതാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയുടെ അതീക്ഷ്ണമായിട്ടുള്ള തന്നെ സമർപ്പിച്ചുള്ള ആ പ്രാർത്ഥന, മുട്ടുമേൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, അത് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നമുക്ക് നൽകുന്ന മാതൃക എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈശോ അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് തന്നെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും തന്നെ നൽകിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നമുക്കും മാതൃകയാക്കാൻ പരിശ്രമിക്കാം. ഈ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ മുട്ടുകുത്തുവാൻ, ഈശോ ഗെത്സമനിയിൽ മുട്ടുകുത്തിയതുപോലെ മുട്ടുകുത്തുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ തൃശ്ശൂരായിരുന്ന അവസരത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ പുത്തമ്പള്ളിയുടെ അവിടെ നിത്യാരാധന നടത്തുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കുമായിരുന്നു. ഒരു ദിവസം അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് അമ്മച്ചിമാർ വന്ന് മണൽ വിരിച്ച്, ഒരു ചാക്കിൽ കുറച്ച് മണൽ കൊണ്ടുവന്ന് ആ മണൽ വിരിച്ചിട്ട് അതിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കരങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അവരോട് ജിജ്ഞാസയോട് ചോദിച്ചു, എന്താണ് ഇത്ര മനോഹരമായ ഈ സ്ഥലത്ത്, ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഈ സ്ഥലത്ത്, സ്പോഞ്ചുള്ള ഈ തറയിൽ എന്തിനാണ് മണൽ കൊണ്ടുവന്ന് ഇവിടെ വിരിച്ച് അതിന്മേൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞത്, എൻ്റെ മകള് ഇവിടെ തൊട്ടടുത്ത് അവിടെ പരീക്ഷ എഴുതാനായിട്ട് കയറിയിട്ടുണ്ട്, അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. വളരെ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. അത് മകൾക്ക് ശക്തിയാണ്. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശക്തിയാകേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അത് നമുക്ക് തീർച്ചയായും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി എപ്പോഴും കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ നിമിഷം നമ്മുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഈശോ പുറത്തേക്ക് ഇറങ്ങിയ ഈശോയെ പിടിക്കാൻ വന്ന ആളുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ പിടിക്കാനാണ് വന്നത്? എന്നെയാണോ? ഞാനിതല്ല ഇവിടെ ഇല്ലേ? ഞാൻ ദേവാലയത്തിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാ ഒരു കള്ളനെ പിടിക്കാൻ വന്നതുപോലെ വന്ന്? ഈശോ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, അവരെല്ലാം തലകീഴായി നിലം പതിച്ചു. പ്രാർത്ഥിക്കാനായിട്ട് ഗെത്സമനിയിലേക്ക് വരുന്ന ഈശോയല്ല പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ്റെ വചനവീതി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ ഈശോയുടെ ഒരു പടമുണ്ട്. പലപ്പോഴും നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഗെത്സമനി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഈശോയുടെ രൂപമല്ലേ അത്? വളരെ ശക്തനായ കർത്താവ്, മസിലൊക്കെ നന്നായിട്ട് പെടപ്പിച്ച് അത് നല്ല ശക്തിയോടുകൂടി ഒത്ത ഒരു വെയിറ്റിംഗ് പരിപാടികൾക്കൊക്കെ പോയി, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോയി വരുന്ന ഒരു മനുഷ്യന്റെ ശരീരം, അതുപോലെ നല്ല ശരീരത്തോടു കൂടി ദൃഢഗാത്രനായ കർത്താവ് നിൽക്കുന്ന ഒരു പടമാണ് അച്ഛൻ ആ പുസ്തകത്തിന്റെ പുറത്ത് വെച്ചിരിക്കുന്നത്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ഗെത്സമനിയിൽ നിന്ന് പുറത്തേക്ക് വന്ന കർത്താവിന്റെ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്തതാണ്. ഇത് തന്നെയാണ് കർത്താവ് ഈ ഗെത്സമനിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ ശക്തിയുടെ മുമ്പിൽ അവര് തലകീഴായി മറിയുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കാനായിട്ട് ഗെത്സമനിയിലേക്ക് പോയ കർത്താവും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വന്ന കർത്താവും രണ്ട് രീതിയിലുള്ള സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചതിന് ശേഷം തൻ്റെ ദൗത്യം പൂർണ്ണമായി സ്വീകരിച്ചതിന് ശേഷം കർത്താവ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പിന്നീട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് 27 മുതലുള്ള തിരുവചനത്തില് വളരെ വ്യക്തമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 29-ാം തിരുവചനത്തില് കർത്താവ് ശിരസ് നമിച്ച് മരിച്ചു. സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ ആദ്യം മരണം സംഭവിക്കുന്നു, അതിനുശേഷമാണ് ശിരസ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെയാണ് അത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഈശോ അങ്ങനെയല്ല, ആദ്യം ശിരസ് നമിക്കുകയാണ്, അതിനുശേഷമാണ് കർത്താവ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പോലെ മരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ശിരസ് നമിക്കുന്നു, അതിനുശേഷമാണ് മരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് ഗെത്സമനി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അത് ശക്തനായിട്ടുള്ള ഒരു കർത്താവാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തരുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേണ്ട അവസരമുണ്ടാവും. ക്യാൻസർ വരാം, രോഗം വരാം, നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ കർത്താവിനെ പോലെ തന്നെ നിലവിളിക്കും. പക്ഷേ പ്രാർത്ഥിച്ചാൽ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, നിശബ്ദതയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവിനെ പോലെ ശക്തനായി തീരാൻ നമുക്ക് സാധിക്കും. ഈ നോമ്പ് കാലത്തില് നമുക്ക് ഒരു പതിവുണ്ടാകട്ടെ. ഈ നോമ്പ് കാലത്തില് പൂർണ്ണമായ ഒരു സമർപ്പണത്തിന്റെ, ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നമുക്ക് ശക്തി സംഭരിക്കാം. ഈശോയെ പോലെ ശക്തി സംഭരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ, ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എന്ത് ദൗത്യമായാലും അത് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നോമ്പുകാലം അനുഗ്രഹമായി തീരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കുരിശിന്റെ താഴെ നിന്ന അമ്മ നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.